മൂവിയായിരുന്നു. ഞാൻ ഡബിങ് ആർട്ടിസ്റ്റാണ്. ആക്ച്വലി ഗായത്രിക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഞാൻ. സോ വളരെ നല്ല മൂവിയാണ്. ആസ് ബ്രില്യൻ്റ് ആസ് ഈ സൈജു ചേട്ടൻ നന്നായിട്ട് ഈ പടം ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്, എഡിറ്റ് ചെയ്തിട്ടുണ്ട്. ടെക്നിക്കലി ഭയങ്കര റിച്ചാണ് ഈ മൂവി. സൗണ്ട് എന്ന് പറയുന്ന ഒരു സംഭവം ഇവിടെ വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സൗണ്ടിൻ്റെ കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട്, മൂവിയിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. അത് ഇതിനകത്ത് നമുക്ക് ആ മൂവിയുടെ ഇമോഷനും ആ ഒരു ഭീകരതയും ശരിക്കും കൺവേ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് നമുക്ക്. പിന്നെ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസ്, കുറച്ച് ക്യാരക്ടേഴ്സേ ഉള്ളൂ ഇതിനകത്ത്, പക്ഷെ അവർ കഥ വളരെ നന്നായിട്ട് കൊണ്ടുപോയി, വളരെ റോ ആയിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. പിന്നെ ഫൗണ്ട് ഫുട്ടേജ് മൂവി എന്താണെന്ന് അറിയാത്ത ഈ മൂവി കണ്ടാൽ നല്ലൊരു ഐഡിയ കിട്ടുന്നതാണ്. എനിക്കും ഡബ് ചെയ്യാൻ പോയപ്പോഴാണ് ഫൗണ്ട് ഫുട്ടേജ് ജോൺർ എന്താണെന്നുള്ള കാര്യം മനസ്സിലായത്. മഞ്ജുവാര്യരുടെ പ്രകടനം അവരെ പുതുക്കിയ രീതിയിലാണ് അവതരിപ്പിച്ചിട്ടുള്ളത് സിനിമ എന്ന് പറയുന്നു. അതെ അതെ, മഞ്ജു ചേച്ചീനെ ഞാനടക്കം നമ്മളെല്ലാവരും ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ഡിഫറെൻ്റ് ആയിട്ടൊരു ക്യാരക്ടറിൽ കാണുന്നത്. ഷീ ഹാസ് പെർഫോം റിയലി വെൽ. ഗായത്രിയും വിശാഖും ഒന്നും പറയാതിരിക്കാൻ വയ്യ. റോൾസ് ബ്രില്യൻ്റ്ലി, ലൈക്ക് ഭയങ്കര ചലഞ്ചായിട്ടുള്ള കാര്യങ്ങളായിരുന്നു അവർക്ക് ചെയ്യാനുണ്ടായിരുന്നു. അവർക്ക് നന്നായിട്ട് അത് സിനിമയിൽ വന്നിട്ടുണ്ട്. സിനിമയിൽ ബോൾഡ് രംഗങ്ങളുണ്ട്. 18 വയസ്സിന് മുകളിലുള്ള കുട്ടികൾ മുതിർന്നവർക്ക് മാത്രമേ അത് കുറെ ഇന്റിമേറ്റ് രംഗങ്ങളുണ്ട് സിനിമയ്ക്കകത്ത്. ഷോർട്ട് ഇന്റിമേറ്റ് രംഗങ്ങളുണ്ട്. നമ്മളെ കുറച്ച് കൺസർവേറ്റീവ് ആയ ആൾക്കാർക്കും നമ്മുടെ മലയാളികൾക്കും കുറെ പേർക്ക് എത്ര തോന്നുന്നു എനിക്കൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ലൈക്ക് വി ഹാവ് ടു ഗെറ്റ് യൂസ്ഡ് ടു ദിസ് ആക്ടിവിറ്റി. അതിനെ എസ്തെറ്റിക്കലി സമീപിച്ചിട്ടുള്ളത് ഉറപ്പായിട്ടും ദീസ് ആർ നോട്ട് ദിസ് തിങ്സ് ദാറ്റ് നടക്കാത്ത കാര്യങ്ങളൊന്നും അല്ല. എല്ലാം നമ്മുടെ ഭാഗമാണ്, ജീവിതത്തിന്റെ ഭാഗമാണ്. അതെല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.